നമസ്കാരം. കഴിഞ്ഞ ദിവസം ഗാസയിൽ കണ്ടെടുത്ത 6 ഇസ്രായേൽ ബന്ദികളുടെ മൃതദേഹങ്ങളുമായി ബന്ധപ്പെട്ട് തങ്ങൾ തന്നെയാണ് ഇവരെ വധിച്ചത് എന്ന പ്രഖ്യാപനവുമായി ഹമാസ് രംഗത്തെത്തി. ഇസ്രായേൽ സൈന്യം അടുത്തെത്തി എന്ന് ബോധ്യമായ സാഹചര്യത്തിലാണ് തങ്ങൾ ഈ ബന്ദികളെ വധിച്ചത് എന്നാണ് ഹമാസ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ജൂൺ മാസത്തിലാണ് ഇത്തരത്തിലുള്ളൊരു തീരുമാനം ഹമാസ് നേതൃത്വം കൈക്കൊണ്ടത് എന്നാണ് ഹമാസ് വക്താവ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇസ്രായേൽ സൈന്യം അടുത്തെത്തി എന്ന് ബോധ്യമായാൽ എത്രയും വേഗം തങ്ങളുടെ കൈവശമുള്ള ബന്ദികളെ വധിക്കുക എന്നുള്ളത് പുതിയ തങ്ങളുടെ ഒരു രീതിയാണ് എന്നാണ് ഇപ്പോൾ ഹമാസ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. 6 പേരെയാണ് ഇപ്പോൾ വധിച്ചിരിക്കുന്നത്. ഇവരുടെ എല്ലാം തലയിലാണ് വെടിവെച്ച് കൊന്നിരിക്കുന്നത്. ഏതായാലും ഈ സംഭവം ഇസ്രായേലിനെ സംബന്ധിച്ച് അങ്ങേയറ്റം ഞെട്ടലുണ്ടാക്കി. നേരത്തെ കൊല്ലപ്പെട്ടവരെ അപേക്ഷിച്ച് ഇത്തവണ കൊല്ലപ്പെട്ടവരെല്ലാം തന്നെ വളരെ ചെറുപ്പക്കാരാണ്. അവരുടെ കുടുംബാംഗങ്ങളെ സംബന്ധിച്ചൊക്കെ തന്നെ അതീവ ദുഃഖകരമായ ഒരു സാഹചര്യമാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഏതായാലും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അതിശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. നെതന്യാഹു ഹമാസിന് ഇതിന് കനത്ത തിരിച്ചടി തന്നെ തങ്ങൾ നൽകുമെന്ന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. എന്നാൽ ഹമാസ് ആരോപിക്കുന്നത് ഇവരുടെ മരണത്തിനെല്ലാം ഉത്തരവാദി നെതന്യാഹു ആണ് എന്നാണ്. തങ്ങൾ ഒത്തുതീർപ്പ് വ്യവസ്ഥകളുമായി മുന്നോട്ട് പോകുമ്പോൾ അവയെല്ലാം അട്ടിമറിക്കാൻ ശ്രമിച്ച നെതന്യാഹു തന്നെയാണ് ഇവരുടെ മരണത്തിന് ഉത്തരവാദി എന്നാണ് ഇപ്പോൾ ഹമാസ് പറയുന്നത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് 6 ബന്ദികൾ ഗാസയിൽ ഒരു സ്ഥലത്ത് ഉണ്ട് എന്ന് മനസ്സിലാക്കി, അതായത് ഒരു ഭൂഗർഭ തുരങ്കത്തിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കിയ ഇസ്രായേൽ സൈന്യം അവിടേക്ക് രഹസ്യമായി എത്തി അവരെ രക്ഷിക്കാനുള്ള ഒരു നീക്കം നടത്തിയത്. എന്നാൽ ഇത് മണത്തെറിഞ്ഞ്, അതായത് ഇസ്രായേൽ സൈന്യം അടുത്തെത്തി എന്ന് മനസ്സിലായ ഹമാസ് ആകട്ടെ പെട്ടെന്ന് തന്നെ ഈ 6 ബന്ദികളെയും വെടിവെച്ച് കൊല്ലുകയായിരുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ആഴ്ച ഗാസയിലെ ഒരു തുരങ്കത്തിൽ നിന്ന് ഒരു ഇസ്രായേൽ ബന്ദിയെ സൈന്യം രക്ഷപ്പെടുത്തിയിരുന്നു. പക്ഷേ ഇയാളെ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഉപേക്ഷിച്ച് ഹമാസ് തീവ്രവാദികൾ രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പക്ഷേ കഴിഞ്ഞ ദിവസം ശനിയാഴ്ച ഇത്രയും 6 പേരുടെ മൃതദേഹം കണ്ടെടുത്ത സംഭവത്തിൽ തീവ്രവാദികൾ അവർക്ക് ചുറ്റും തന്നെ ഉണ്ടായിരുന്നുവെന്ന് ഇവരെ മുന്നിൽ നിർത്തി പോരാട്ടം നടത്താനാണ് അവർ ഉദ്ദേശിച്ചത് എന്നുമാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇത് ഹമാസിന് കൂടുതൽ തലവേദന സൃഷ്ടിക്കും എന്നുള്ളത് ഉറപ്പാണ്. കാരണം മനുഷ്യജീവന് യാതൊരു വിലയും കൽപ്പിക്കാതെ ഇസ്രായേൽ സൈന്യം അടുത്തെത്തിയാൽ തങ്ങളുടെ കൂടെയുള്ള ബന്ദികളെ വധിക്കാൻ നടത്തുന്ന ഈ നീക്കം ഇത് ഹമാസിന് കൂടുതൽ ദോഷമുണ്ടാക്കും എന്നുള്ളത് ഉറപ്പാണ്. അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ഇക്കാര്യത്തിൽ ഇപ്പോൾ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. 6ഓളം അമേരിക്കൻ ബന്ദികൾ ഇപ്പോഴും ഹമാസിൻ്റെ തടവിലുമാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കൻ ജനതയ്ക്കിടയിലുമൊക്കെ തന്നെ ഇവിടെ ശക്തമായ ഇടപെടൽ നടത്തണം എന്ന ആവശ്യവും ഇപ്പോൾ സജീവമാവുകയാണ്. കഴിഞ്ഞ ദിവസം കണ്ടെടുത്ത 6 പേരുടെയും മൃതദേഹങ്ങൾ ഇസ്രായേൽ എത്തിച്ച് മൃതദേഹ പരിശോധന നടത്തി ബന്ധുക്കളെ വിളിച്ചു വരുത്തി ഇത് അവർ തന്നെയാണ് കൊല്ലപ്പെട്ടത് എന്ന് അവരുടെ പേരും മറ്റ് വിശദാംശങ്ങളുമൊക്കെ ഉറപ്പാക്കിയതിന് ശേഷമാണ് ഇസ്രായേൽ ഈ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. എന്തായാലും ഹമാസും ഇസ്രായേലും തമ്മിലുള്ള പോരാട്ടം പുതിയ തലങ്ങളിലേക്ക് കടക്കുമ്പോൾ ഹമാസിൻ്റെ തുരങ്കങ്ങൾ ഓരോന്നോരോന്നായി ഇസ്രായേൽ തകർത്ത് തള്ളുമ്പോഴും ഈ തുരങ്കങ്ങളിലൊക്കെ തന്നെ ഇവർ ബന്ദികളെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്നുള്ളതിന് വ്യക്തമായ സൂചന തന്നെയാണ് ശനിയാഴ്ച ഈ 6 ബന്ദികളെ ഇസ്രായേൽ വധിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.